എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LP അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യനും ഉത്തരമാണ് നമ്മളിന്ന് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ എന്തെല്ലാമാണ്? അപ്പം കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. 1, 3 ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് ശരിയായ ചേരുംപടി ചേർക്കുക എന്നതാണ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിൽ തന്നിട്ടുള്ളത് നോക്കാം. ദാദാഭായ് നവറോജി ചോർച്ചാസിദ്ധാന്തം, അതുപോലെ തന്നെ രമേശ് ചന്ദ്രദത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ചാണക്യൻ മഗധ, അമർത്യാസൻ നോബൽ പ്രൈസ്. അപ്പോൾ ഇത് 4 ശരിയായ ക്രമമാണ് തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നിയാണ്. 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു. ഹാരപ്പൻ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായത്? 1ഉം 2ഉമാണ് ശരിയായത്. മെസൊപ്പൊട്ടേമിയൻ ലിഖിതങ്ങളുടെ മെലൂഹ എന്ന പ്രദേശം പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസൊപ്പൊട്ടേമിയൻ മുദ്രകൾ ഇതിന് ഉദാഹരണമാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാൻ വേണ്ടി 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? 4 മാത്രമാണ് ശരി. 4 മാത്രമാകുമ്പോൾ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? സിഗരത്തുകൾ. കഴിഞ്ഞ UPS അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സിഗരത്തുകൾ ഏതുമായി ബന്ധപ്പെട്ടാണ്? ആരാധനാലയവുമായി ബന്ധപ്പെട്ട പദമാണ്. അടുത്തത് പന്തി ഭോജനം സംഘടിപ്പിച്ച അവർണ സവർണ വ്യത്യാസമില്ലാതെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹിക പരിഷ്കൃത നേതാവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പം പന്തി ഭോജനം നടത്തി അവർണ സവർണ വ്യത്യാസമില്ലാതെ ആ വ്യത്യാസത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന് നിലപാട് സ്വീകരിച്ച വ്യക്തി ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പം ഒന്നുകൂടെ നോക്കാം. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ആര്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരിച്ചു നൽകാനിടയായ സംഭവം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അപ്പം ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാനിടയായ സംഭവം എന്താണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ചേരുംപടി ചേർക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ശരിയായി ചേർത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. 1ഉം 2ഉം നമുക്ക് നോക്കാം. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഏതൊക്കെയാണ്? സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. ദണ്ഡിയാത്ര സി കൃഷ്ണൻ നായർ. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ആരാണ്? അരുണ ആസിഫ് അലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1ഉം 2ഉം 3ഉം ഇതിൽ ശരിയാണ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് എന്തെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിട്ടുള്ള 4 കാര്യങ്ങളിലും ലക്ഷ്യങ്ങളിൽ പെടാത്തത്. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക. ഇതുമായി ബന്ധമില്ലാത്തതാണ്. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹാർദ്ദ ബന്ധം വളർത്തുക. അതുപോലെ തന്നെ ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇത് 3ഉം ശരിയാണ്. അടുത്തത് ഇന്ത്യ PSLV-C 51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെതാണ്? ഏതാണ്? അമസോണിയ 1 അപ്പോൾ ഇന്ത്യ PSLV-C 51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെയാണ്? ആമസോണുമായി ബന്ധപ്പെട്ടതാണ്. ഏത്? ബ്രസീൽ. അപ്പം ബ്രസീലുമായി ബന്ധപ്പെട്ട ഉപഗ്രഹമാണ്. അടുത്തത് സൂര്യനേക്കാൾ ചൂട് കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള NCRAയിലെ സംഘത്തലവൻ ആരാണ്? ബെർണാലി ദാസാണ്
ഇത് കണ്ടെത്തലിന് ചുക്കാൻ പിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാനദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒറീസ. അപ്പം മഹാനദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒറീസ. അടുത്തത്, നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകൾ പെടുന്നതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഏതാണ് സവിശേഷത? ഏതാണ്? മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ്. ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നവീന ശിലായുഗത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് നവംബർ 26 എന്ന് പറയുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാമത്തെ ഭേദഗതി. അപ്പം പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ച എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. ചരക്ക് സേവന നികുതി GST പ്രാബല്യത്തിൽ വന്ന എപ്പോഴാണ്? 2017 ജൂലൈ 1 മുതലാണ് GST പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക തലവൻ ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് CDS ആയിരുന്ന ജനറൽ ബിപിൻ റാവത്ത്, അദ്ദേഹം CDS ആയി ചുമതലയേറ്റത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്നാണ്? 2020 ജനുവരി 1 അദ്ദേഹം ഈ സ്ഥാനം ഏൽക്കുന്നത്. അടുത്തത്, പാരാ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലഗര. ഏത് മത്സര ഇനത്തിലാണ് ഇവർക്ക് സ്വർണം കിട്ടുന്നത്? 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇവർക്ക് സ്വർണം ലഭിക്കുന്നത്. അപ്പം 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇവർക്ക് സ്വർണം ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്നത് ലോഹസങ്കരത്തിൻ്റെ ഘടകമൂലകം ഇവയിൽ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ടിന്നാണ്. ആൻസർ ടിന്നാണ്. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഇവയിൽ ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? ചുവപ്പ്. അപ്പം തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? ചുവപ്പാണ്. അടുത്തത്, കാറ്റിൻ്റെ വേഗത അളക്കാൻ ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? അനിമോമീറ്റർ. അപ്പം കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതാരെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതാരാണ്? മൈക്കിൾ ഫാരഡെ. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഏതാണ്? ശുക്രനാണ്. അപ്പം സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? പാസ്കൽസ് നിയമം. അപ്പം ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഏതാണ്? പാസ്കൽ നിയമം. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാരാണ്? അപ്പം ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാരാണ്? ജോനാസ് കെപ്ലറാണ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്രവർത്തന ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ ഡേഷ് തുല്യമാണ്? വ്യാപ്തം തുല്യമാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നത് സദിശ അളവ്. സദിശ അളവും അദിശ അളവൊക്കെ നമ്മൾ മുൻ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പരിണാമത്തോടൊപ്പം ദിശയും സൂചിപ്പിക്കുന്നതാണ് ഏത്? സദിശ അളവുകൾ. അപ്പോൾ ഇതിൽ ഏതാണ് സദിശ അളവ്? ആക്കം. താഴെ തന്നിരിക്കുന്നവയിൽ സിങ്കിൻ്റെ അയിരല്ലാത്തത് ഏതാണ്? സിഡറൈറ്റ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ സിങ്കിൻ്റെ അയിര് അല്ലാത്തത്. ലിൻഡയിൽ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ലിൻഡയിൽ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ബെൻസിൻ ഹെക്സാക്ലോറൈഡ് ആണ് ലിൻഡയിൽ അഥവാ 666 എന്ന് അറിയപ്പെടുന്നത്. സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ലായനി വിഭാഗത്തിലാണ് സോഡിയം അമാൽഗം പെടുന്നത്. അടുത്തത്, ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാവുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്താണെന്നാണ് ചോദ്യം. ഏതാണ്? Mg3N2 ആണ്. ആവർത്തന പട്ടിക ഉപയോഗിച്ച് കൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചിട്ടുണ്ടാവുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത്. താഴെ പറയുന്നവർ ഏതാണ് ലൂയിസ് അമ്ലം? അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് ലൂയിസ് അമ്ലം? BCl3 ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ലൂയിസ് അമ്ലം. ചുവടെ ചെയ്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്? ഏതിലാണ്? QC ലെസ്സർ ദാൻ KC. അപ്പം QC ലെസ്സർ ദാൻ KCയിലാണ് ഇവിടെ ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ
ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന വസ്തു ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ് ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന ഏതാണ്? സോഡിയം സയനൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിഗോർ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഏതെന്നാണ് ചോദ്യം. ലിഗോർ രസതന്ത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രശാഖ ഏതാണ്? ക്ലിക് രസതന്ത്രം. അപ്പം ലിഗോർ രസതന്ത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രശാഖ ഏതാണ്? ക്ലിക് രസതന്ത്രം. താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലിറ്റിക് കൺവെർട്ടറിൽ ഉപയോഗിക്കുന്നത്? ഏത് ലോഹമാണ്? പലേഡിയം. അടുത്തത്, മെനിഞ്ചിറ്റിക്സ് എന്നത് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? തലച്ചോറിനെ ബാധിക്കുന്ന രോഗം. അടുത്തത്, ക്യൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശാസ്ത്രീയ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണി കൾച്ചർ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതെന്നാണ് ചോദ്യം. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതാണ്? കോഗ്ലിയ. കിങ്ഡം മൊറീനയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് ചോദ്യം. ഏതാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് കിങ്ഡം മൊറീന എന്ന് പറയുന്നത്. അടുത്തത്, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഗ്രിഗൽ ജോഹാൻ ബെൻഡറെയാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി പറയുന്നത്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ കോശാംഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഏതാണ് ഇതിൽ തെറ്റായ ജോഡി? ലൈസോസം കോശവിഭജനത്തിന് സഹായിക്കുന്നു. അപ്പം ലൈസോസം വിഭജനത്തിന് സഹായിക്കുന്നു എന്നതാണ് ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത്. അടുത്തത്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചതാണ്. SERT ഫാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം നമുക്ക് പഠിക്കാനുണ്ട്. ആരാണ് ഈ വ്യക്തി? സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. അപ്പം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം, വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചതാരാണ്? സ്റ്റീഫൻ ഹോക്കിൻസ്. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഗഗയാൻ ആണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം ഏതാണ്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്. അപ്പോൾ ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം ഏതാണ്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ബി ആണ്. ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുന്നത് സാധ്യമല്ല. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. മാനവികതാവാദത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്ന് ഏതാണ്? ആത്മസാക്ഷാത്കാരമാണ്. അതുപോലെ തന്നെ മനുഷ്യ വ്യവഹാരങ്ങൾക്ക് ഉപകാരപരമായ ലക്ഷ്യവുമാണ്. അപ്പം മാനവികവാദത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാടുകളിലൊന്ന് ഏതാണ്? ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യ വ്യവഹാരങ്ങൾക്ക് ഉപകാരപരമായ ലക്ഷ്യമാണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. അടുത്തത്, പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഏത്? സ്കീമ ആരുമായി ബന്ധപ്പെട്ട പദമാണ്? നമുക്ക് പല ടെസ്റ്റുകൾക്ക് മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സ്കീമ റിലേറ്റ് ചെയ്ത ആ ഒരു വ്യക്തിയാണ് ആര്? പിയാഷെ. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചെന്താണ്? പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഏത്? സ്വാംശീകരണം എന്ന് പറയുന്നത്. അടുത്തത്, വിളംബിത ചാലിക വികാസത്തിന് അല്ലെങ്കിൽ എന്താണ് ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിന് കാരണമല്ലാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ശ്രദ്ധാകുറവ്. അപ്പം വിളംബിക ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏതാണ്? ശ്രദ്ധാകുറവാണ്. അടുത്ത തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന ഏതാണ്? പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യവരണത്തിലും വികാസം പ്രാപിക്കുന്നു. അതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത്, കാതറിൻ ബ്രിച്ചാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കാതറിൻ ബ്രിച്ചാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം കാതറിൻ ബ്രിച്ചാർഡ് വൈകാരിക വികാസം. അടുത്തത്, ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? അപ്പോൾ ഏത് തരമാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഏത് തരമാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധി.
2010 ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ അവകാശത്തെ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ് ശരിയായ പ്രസ്താവന? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൗലിക അവകാശമായി എന്താണ് പ്രാബല്യത്തിൽ വന്നത്. അപ്പം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൗലിക അവകാശങ്ങളായി പ്രാബല്യത്തിൽ വന്നു. അടുത്തത്, ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം ഏതാണ്? എമിലി. അപ്പം റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം ഏതാണ്? എമിലി. പ്രൈമറി ക്ലാസ് റൂം പഠനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നിരന്തരം വീഡിയോകൾ കാണിക്കണം. ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. അപ്പം പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഡിസ്ലെക്സിയാണ് പഠന വൈകല്യം. ബാക്കിയെല്ലാം ശാരീരികമായ വൈകല്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പഠന വൈകല്യത്തിലാണ് ഡിസ്ലെക്സിയ. അടുത്തത്, സംഘപഠനത്തിൻ്റെ ഒരു പരിമിതി എന്താണ്? സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വം. അപ്പം സംഘപഠനത്തിൻ്റെ ഒരു പരിമിതി എന്താണ്? സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വമാണ് ശരിയായ ഉത്തരം. പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി 1994 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? DPEP. അപ്പം DPEP എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി 1994 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് DPEP. ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? -2 മുതൽ +2 വരെ പഠനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആശയ അവതരണ രീതി എന്തിനെ സൂചിപ്പിക്കുന്നു? പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതിയാണ് ആശയ അവതരണ രീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൊജക്റ്റിൻ്റെ ഘട്ടങ്ങളുടെ ക്രമം എന്താണ്? പ്രശ്നം, അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം. അപ്പോൾ പ്രശ്നം, അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം. ഇത് ഏതിൻ്റെ ക്രമമാണ്? പ്രൊജക്റ്റിൻ്റെ ഘട്ടങ്ങളിൽ പെടുന്നതാണ്. OV വിജയൻ്റെ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്താണ്? അധികാരഘടനയുടെ നിഷ്ഠൂരവും അതിൻ്റെ തകർച്ചയുമാണ് ഇവിടെ പ്രധാന വിഷയമെന്ന് പറയുന്നു. അപ്പോൾ OV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്താണ്? അധികാരഘടനയുടെ നിഷ്ഠൂരവും അതിൻ്റെ തകർച്ചയും. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ബോധനാധാര നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏതെന്നാണ് ചോദ്യം. അപ്പം താഴെ കൊടുത്തിരിക്കുന്നതിൽ ബോധനാധാര നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏതാണ്? ബാല്യകാല സഖി. MD വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ബാലസാഹിത്യത്തിലാണ് പെടുന്നത്. അപ്പം MD വാസുദേവൻ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ബാലസാഹിത്യത്തിൽ പെടുന്നു. വോൾ +2 വേ 2 ഇത് ഏത് സന്ധി വിഭാഗത്തിലാണ് പെടുന്നത്? വേൾ പ്ലസ് 2 വേ 2 ഇത് ഏത് സന്ധി വിഭാഗത്തിലാണ് പെടുന്നത് എന്നാണ് ചോദ്യം. ആദേശി സന്ധിയിലാണ് പെടുന്നത്. മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? പറഞ്ഞുപോയി. അപ്പോൾ ഇവിടെ തന്നെ മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? പറഞ്ഞുപോയി. ആശയ അവതരണ രീതിയുടെ ക്രമം എന്താണ്? വാക്യ സമൂഹം, വാക്യം, പദം, അക്ഷരം. അപ്പം ആശയ അവതരണ രീതിയുടെ ക്രമം ഏതാണ്? വാക്യ സമൂഹം, വാക്യം, പദം, അക്ഷരം. അടുത്തത്, ശരിയായ പദം ആതിഥേയൻ. ഇതിൽ ശരിയായ പദം എന്ന് പറയുന്നത് ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ്? ഒന്നാമത്തെയാണ്, ആതിഥേയനാണ് ശരിയായ പദം എന്ന് പറയുന്നത്. രചനാന്തര പ്രചന വ്യാഖ്യാനം ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞനാരാണ്? നോം ചോംസ്കി. അപ്പം രചനാന്തര പ്രചന വ്യാഖ്യാനം ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞനാരാണ്? ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം ആരാണ്? നോം ചോംസ്കി. ഭാഷയുടെ സ്വനവസ്ഥയിൽ അർത്ഥപരമായ വ്യതിയാനം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഘടകത്തിൻ്റെ പേരാണ് ഏത്? സ്വനിമം. അപ്പം ഭാഷയുടെ സ്വനവസ്ഥയിൽ അർത്ഥപരമായ വ്യതിയാനം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പദം ഏകകമാണ് ഏത്? സ്വനിമം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വിവരങ്ങളും ആനുകാലിക വസ്തുതകളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.